ഹലോ മോളെ, എങ്ങനെ ഇരിക്കുന്നു? നിനക്കിപ്പം നടുവേദന കുറവുണ്ടോ? എനിക്ക് തീരെ വയ്യ, എനിക്ക് അനങ്ങാൻ വയ്യ. എനിക്ക് ആശുപത്രി പോലെ എനിക്ക് തല ഇറങ്ങും, എണീക്കുമ്പോൾ നടുവേദന. അല്ല, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ പോയമ്മ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് എടുക്കണം, നടക്കരുത്, കാല് നിലത്തോട്ട് കുത്തരുതെന്ന്. അമ്മയ്ക്ക് ആശുപത്രി പോകാൻ വിളിച്ചാന്നോ? എനിക്ക് വയ്യ അമ്മ, വരെ അവളെയും കൂട്ടി പോ. ഞാനേ മീനാക്ഷിയും കൂട്ടി ഹോസ്പിറ്റലിൽ പൊയ്ക്കോളാം. ഞാനേ ഇപ്പം ഇത് പറയാൻ വിളിച്ചതല്ല, പിന്നെ അവനേ 4 മണിയാകുമ്പം വരുന്നുണ്ട്. ഏതവനാ? എടീ, നിന്റെ ആങ്ങള അപ്പു ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെന്ന്. മോളെ, സമയം പോലെ ഒരു ദിവസം ഇങ്ങോട്ട് തിരി, അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ അടുത്ത ആഴ്ചയിൽ അങ്ങോട്ട് വരാം. ഡോക്ടർ പറഞ്ഞതുപോലെ കേൾക്കണേ. റെസ്റ്റ് എടുത്താട്ടെ, കിടന്നോ, ജോലിക്കാരുണ്ടല്ലോ. ദൈവമേ, പാവം കൊച്ചെന്തോ ചെയ്യുക എനിക്കറിയത്തില്ല. സർപ്രൈസ് ആയോ? ചേച്ചിക്ക് നടുവേദനയാന്ന് പറഞ്ഞിട്ട്. നടുവേദനയാ. പക്ഷെ നമ്മൾ നടുവേദന എടുത്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലേണ്ട സ്ഥലത്ത് നമ്മൾ ചെല്ലണ്ടേ? ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ? ഇവിടെ എന്താ ആവശ്യം? അവൻ വരുമല്ലേടാ, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, ഒരുക്കണ്ടേ? എന്നാലും വരുന്ന കാര്യം എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ല. അത് പിന്നെ പെട്ടെന്ന് വന്നേ ചേച്ചി, പ്ലാൻ ചെയ്തൊന്നും അല്ല. എന്തോ പെട്ടെന്ന് തീരുമാനിക്കാനാ? ഒന്നും അല്ലെങ്കിൽ അവൻ്റെ മൂത്ത ചേച്ചിയല്ലേ ഞാൻ. ഫോൺ വിളിച്ച ഉടനെ അവൻ ഇവിടെ വന്ന് നിൽക്കുവാന്നോ? ടിക്കറ്റൊക്കെ എടുക്കണ്ടേ? അപ്പം മനഃപൂർവ്വം തന്നെയാ. അവനെന്തെങ്കിലും കൊണ്ടുവരും മോളെ? ഇല്ല ചേച്ചി, പെട്ടെന്ന് വരുമല്ലേ, ഒന്നും കൊണ്ടുവരുന്നില്ല. പെട്ടെന്ന് വരുവാന്നോ? പെട്ടി കൊണ്ടുവരുമല്ലോ, അതെടുക്കാമല്ലോ. പെട്ടി ഉണ്ടോ മോളെ ഇവിടെ വല്ലോ? ഇവിടെ പെട്ടിയൊന്നുമില്ല ചേച്ചി. ഞാൻ സാധനങ്ങളൊക്കെ എന്തോത്തിലെടുത്തോണ്ട് പോകും. സാരമില്ല മോളെ. ഡ്രസ്സ് വല്ലതും ഇരിപ്പുണ്ടോ? കാരണം ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടിയത് കൊണ്ടേ ഡ്രസ്സ് ഒന്നും എടുക്കാതെ വന്നേ. ചുരിദാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ. ഉണ്ട് ചേച്ചി. അതെ, ചേച്ചിക്ക് എല്ലാം ചെറുതാ, എൻ്റെ സൈസാ. അത് കുഴപ്പമില്ല, ഞാൻ വണ്ണം കുറച്ചിട്ടിട്ടോളാം. മോളെടുത്ത് വെക്കും. ഒറ്റ ഓട്ടമായിരുന്നു, വിശന്നിട്ട് കുടല് കരിയുക. എന്തോ കഴിക്കട്ടെ. മോളെ, നീ എന്തെടുക്കുവാ? ഞാനിവിടെ എല്ലാം തട്ടിക്കൊണ്ടിരിക്കുക. കണ്ടുകൂടെ അമ്മയ്ക്ക്? മോളെ, നീ വെറുതെ അവിടെ നിൽക്കാതെ കൊണ്ട് അവൻ 4 മണിയാകുമ്പോഴത്തേന് വരത്തില്ല. ആ തേങ്ങയൊന്ന് തിരിങ്ങിത്താ. അമ്മേ, ഞാൻ അമ്മയുടെ മോളാ, അല്ലാതെ മരുമോളല്ല. അതുകൊണ്ട് ഇത്രയും ആജ്ഞാപിക്കണ്ട. തരാന് എനിക്കേ നടുവിന് കംപ്രഷനുള്ളതാ. രായ്ക്ക് രാമായണം ഞാൻ ഓടി വന്ന ആ ചെറുക്കനെ കാണാൻ വേണ്ടിയിട്ടാ. എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും അറിയത്തില്ലല്ലോ. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാ. ചുമ്മാ മിടിച്ച് നോക്കണ്ട. എനിക്ക് നീരാ കാലയിൽ. അതുകൊണ്ട് എനിക്കൊരു അടിയൊന്നും നടക്കാൻ പറ്റുന്നില്ല. കാലയിലെ നീര് തലച്ചോറ് ചെന്നിട്ട് തലച്ചോറിൽ നിന്ന് തിരിച്ച് പെരിപ്പ് കയറുക. എനിക്ക് വയ്യ. ആ വേദന ഒന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്തു അമ്മ? മോളെ, തേങ്ങയൊന്ന് തിരിങ്ങി തരാൻ പറഞ്ഞതാ. അപ്പോൾ അവൾക്ക് കാലിന് നേരാണെന്ന്. സാരമില്ല അമ്മേ, ചേച്ചി കിടന്നോട്ട്, ഞാൻ തിരുമ്പി തരാം. അതാ നല്ലത്. കൊച്ചിനാവുമ്പോൾ നീരുമില്ല, പണിയെടുപ്പിച്ച് നീര് വരുത്തിച്ചാൽ മതി. വന്നു.
എന്തുവാടി ചേച്ചി ഇങ്ങനെ? രാവിലെ വന്നതാ, നടുവേദന എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങോട്ടാണ് പോയത്? എങ്ങോട്ടാണ് പോയത്? ചേച്ചി എന്താ ചേച്ചി എന്തോ ചേച്ചി കാണിക്കുന്നേ? എടാ ഞാനിത് പൊട്ടിക്കാൻ നോക്കുവാ, ഇതിന് നമ്പർ തുറക്കാൻ പറ്റുന്നില്ല. ചേച്ചി അത് നമ്പറിലൊക്കെ ചേച്ചി. അതെനിക്ക് മനസ്സിലായി, ഞാൻ ഇത് പൊട്ടിയാന്നോ? എടാ എന്നാ നമ്പർ പറഞ്ഞു പറയടാ. ചേച്ചി അതിങ്ങോട്ട് തന്നേ പെട്ടി. എന്തുവാടാ എടാ നീ ഒരു പെട്ടി കൊണ്ടുവന്നുള്ളൂ. ചേച്ചി ബാക്കി എല്ലാ എയർപോർട്ടിൽ എല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊറിയർ പറഞ്ഞേക്കാം, അവരിങ്ങ് എത്തിക്കും. ഇന്ന് വരുവോ? 2 ദിവസം എടുക്കും. എന്തുവാ അപ്പുവേ നീ ചേച്ചിയുടെ കാര്യം നീ എന്താ മനസ്സിലാകാത്തേ? നിനക്ക് എന്താ ഉത്തരവാദിത്വം ഇല്ലാത്തേ? എന്റെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ടല്ലേടാ ഞാൻ വന്നത്. എനിക്കങ്ങ് ചെല്ലണ്ടേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്? ഇനി 2 ദിവസം ഇവിടെ നിന്ന് പെട്ടി പൊട്ടിച്ച് എനിക്ക് വയ്യ. എനിക്ക് അല്ലെങ്കിൽ മോനൊരു കാര്യം ചെയ്യോ, പോകുന്ന വഴിക്കാനും ഞാനങ്ങ് എടുത്തേക്കാം. അത് വേണ്ട, ചേച്ചിയുടെ അഡ്രസ്സ് കൊടുക്കുക. ചേച്ചിയുടെ അഡ്രസ്സിലോട്ട് അയക്കാൻ പറ. അതാവുമ്പോൾ ചേച്ചി കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വേണ്ട സാധനങ്ങളെല്ലാം മോനിങ്ങോട്ട് അയച്ചു തന്നേക്കാം. എൻ്റെ ചേച്ചി ആ പെട്ടിക്കകത്ത് ഒന്നുമില്ല. അത് എൻ്റെ കുറച്ച് സാധനങ്ങളും പിന്നെ ഫയലും പിന്നെ വീട്ടിലിടുന്ന ഇന്നറും ജട്ടിയൊക്കെയാണ് ചേച്ചി പെട്ടിക്ക് തന്നെ. ഗൾഫിലെയാണോടാ? ആ എടാ എന്നാ പിന്നെ 3-4 ദിനേശ് ചേട്ടന് താടാ. ചേച്ചി ഞാനത് ഇട്ട ചട്ടിയാ. അതിനിപ്പോ എന്തു അലക്കി എടുത്താ പോരായോ? നീയോ ദിനേശ് ചേട്ടനോ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നാട്ടിലെ നൂലാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം, ഇത് ഗൾഫിലെ നൂലല്ലോടെ. എൻ്റെ ദിനേശ് ചേട്ടന് ഇത് നല്ലതാടാ, ഇട്ട് കഴിഞ്ഞാൽ പളുങ്ക് പോലെ ഇരിക്കും, നന്നായിട്ട് ചേരൂടാ ദിനേശ് ചേട്ടന്. മോനെ നിന്റെ 2-3 ചട്ടി ഞാൻ കൊടുക്കാം. ദേശം ഇട്ടും കൊണ്ട് മുറ്റത്ത് വന്ന് നിൽക്കട്ടെ, ഞാൻ നോക്കട്ടെ കൊള്ളാവോ ഇല്ലയോ. എടി ഇത് കൊച്ചു വർക്കാനും പറഞ്ഞോണ്ടിരിക്കാൻ പെട്ടി കൊടുക്കടി. ചേച്ചി ഇനി തന്നെ പാടി ആ ചെറുക്കന് വല്ല ചായ വല്ല ഇട്ട് കൊടുക്ക, പാദം പുറത്ത് കയറി ഇരിക്കാതെ. പിന്നെ ഡോക്ടർ എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞതാ, എന്റെ കാല് മൊത്തം നീര് പിടിച്ചിരിക്കുവാ. അപ്പോഴാ ഞാൻ പോയിന്ന് കിടക്കട്ടെ. എന്തൊരു കൂത്താടാപ്പാ ഇത്. ഞാൻ തന്നെ ഇട്ട് കൊടുക്കാൻ ചായ. ഇവിടെ ഉണ്ടായിരുന്ന എന്നാ ഉണ്ട് വിശേഷമൊക്കെ? കിടപ്പൊക്കെ എങ്ങനെയുണ്ട്, സുഖമാണോ? ഇതെന്തുവാ ഇത്? വെള്ളി നക്ഷത്രത്തിലെ തള്ള കിടന്ന് കാണിക്കുന്ന പോലെ പെടയ്ക്കുന്നത് എന്തോ പ്രേതവോ? കൊച്ചുമോ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു, എന്തേലും തടഞ്ഞോ? സുഖമാണോ? സുഖമല്ല, കൈക്കൊക്കെ അനക്കമുണ്ടോ? ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഇത് കുറെ ഉണ്ടല്ലോ. കിടപ്പ് രോഗിക്ക് എന്തിനാ ഇത്രയും പൈസ? കൂടിപ്പോയാ 3-4 വർഷം. ഇതിന്റെ ആവശ്യമില്ല. ഇതെന്തിനാ, അടക്കത്തിന് വിറവെടുക്കാനാണോ? തീർന്നോ? ഇല്ല, കിടപ്പ് രോഗിക്കൊന്നും ഇത്രയും പൈസയുടെ ആവശ്യമില്ല. ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. അല്ല, ഈ ആക്ഷൻ കാണിച്ചാൽ ആർക്കും മനസ്സിലാവത്തും ഇല്ല. അല്ല, കൊച്ചുമോൻ വന്നിട്ട് വല്ല മുണ്ടു വല്ലതും തന്നായിരുന്നോ? അതെനിക്ക് വേണ്ട, അടിയിലൊന്നും ഇട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. പോട്ടെ, ഞാൻ അടുത്ത മാസം വരാം. എന്തിനാണ് ഈ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടേക്കുന്നേ? ഇയാളെ ചൂടെടുത്ത് വേർത്താൽ ആരറിയാനാ? മാളുവേ 10 ദിവസം ഉണ്ട് കറക്റ്റ്. പ്ലാൻ ചെയ്ത് നമുക്ക് എവിടെ പോകണമെന്ന് നീ തന്നെ തീരുമാനിക്കും. ഞാൻ കുറച്ച് റീൽസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിന് ട്രിപ്പ് പോവാം. എവിടാ പോകുന്നേ? എവിടെ പോയാലും കേരളത്തിനകത്ത് പോകണം. എനിക്ക് പറ്റത്തില്ലേ പിള്ളേരെ ഇട്ടേച്ച് വരാനും, പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകാനുള്ളതാ. ചേച്ചി ഞങ്ങൾ പോകുന്ന കാര്യം ചേച്ചി പറഞ്ഞേ. നിങ്ങൾ പൊക്കോ, അത്യാവശ്യമാണ്. പക്ഷെ നിങ്ങളുടെ കൂടെ ഞാനും വരും. അതിനിപ്പോൾ എന്താ? വയനാട് പോവും, അതാകുമ്പോൾ പിള്ളേരെ സ്കൂളിൽ വിട്ടേച്ച് എനിക്ക് കൂടെ വരാം.
കല്യാണം കഴിച്ചിട്ട് ഇതുവരെ കറങ്ങാൻ പോയിട്ടില്ലല്ലോ. അപ്പം ഒരു കല്യാണം ലോകത്ത് നിങ്ങൾ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ, ഞാനും കല്യാണം കഴിച്ചതാ. ആ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മോനെ, ദിനേശേട്ടൻ നാട്ടിൽ വരുന്നതിനെ പറ്റി നിനക്ക് എന്തോ അഭിപ്രായം? ഭർത്താവും ഭാര്യയും ഒരുമിച്ചാണ് ജീവിക്കേണ്ട നാട്ടിൽ. എനിക്ക് പറ്റിയ അബദ്ധം ചേച്ചിക്ക് പറ്റരുത്. ദിനേശേട്ടൻ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി നിനക്ക് എന്തോ അഭിപ്രായം? ബിസിനസ് തുടങ്ങ്, നാട്ടിൽ നല്ല സ്കോപ്പല്ലേ ഇപ്പോൾ ബിസിനസ്സിന്, ഇല്ലേടി? എന്തോ ബിസിനസ് തുടങ്ങണമെന്നാ നീ പറയുന്നേ? ഇഷ്ടമുള്ള ബിസിനസ് തുടങ്ങി ചേച്ചി. എന്നാ പിന്നെ ഇഷ്ടമുള്ള ബിസിനസ് തുടങ്ങാനുള്ള പൈസയും കുടുങ്ങി തന്നാട്ടെ. ഞാൻ തരാനോ? ഞാൻ പിന്നെ ആരോട് ചോദിക്കണം? ആ തളർന്ന് കിടക്കുന്ന അപ്പൂപ്പനോട് ചോദിക്കാൻ പറ്റുമോ? ഇപ്പം കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണ് പൈസ എടുത്തത് അപ്പൂപ്പന്. ആ പറഞ്ഞില്ലെന്ന് വേണ്ട. ചേച്ചി ഞാനേ സഹായിക്കുന്നതിന് ഒരു പരിധി ഇല്ലേ ചേച്ചി? ഒരാളെ നിങ്ങളാ കാര്യം ശരിയാ, പക്ഷെ ഒരു പരിധി ഇല്ലേ? എന്തോ അപ്പ നീ എനിക്ക് എന്തോ ചെയ്തു തന്നു നീ എനിക്ക്. ചേച്ചി അളിയൻ ഗൾഫിൽ പോകുന്നതിന് പൈസ തന്നെ ആരാ ചേച്ചി? നീയാ? പാസ്പോർട്ടിനും വിസയ്ക്കും പൈസ തന്നെ ആരാ ചേച്ചി? നീയാ? വീട് പണിക്ക് കട്ടള ജനല് ആരാ ചേച്ചി സ്പോൺസർ ചെയ്തേ? നീയാ? ഫർണിച്ചർ ആരാ ചേച്ചി മേടിച്ചത്? നീ? സിമെന്റും കമ്പിയും ചരലും മണലും അതും ഇതും എല്ലാം ഇറക്കി തന്നെ ആരാ? എടാ നീയാ. ചുരുക്കം പറഞ്ഞാൽ വീട് മൊത്തവും ഞാനാന്ന് വെച്ച് തന്നേ. ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത്രയൊക്കെ ചെയ്തിട്ട് ദിനേശ് ചേട്ടനെ നോക്കൂത്തിയായിട്ട് നിർത്തിയിട്ട് ബാക്കി പൈസയും കൊണ്ട് നീ തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ബാക്കി കൂടെ ഇങ്ങോട്ട് തന്നെ ബിസിനസ് തുടങ്ങാൻ. ചേച്ചി എൻ്റെ കയ്യിൽ ഇല്ലേ ചേച്ചി? എന്തു അപ്പേ നിന്റെ ഈ പൈസ ഇല്ലാതൊന്നും ഇരിക്കത്തില്ല. നീ ചുമ്മാ പറയുന്ന ഗൾഫിൽ നിന്ന് വന്ന ആളുടെ ഈ പൈസ ഇല്ലെന്നോ? ഞാനൊന്ന് നോക്കട്ടെ. എന്തുവാ ഇത്? ചേച്ചി എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ചേച്ചി, ലോൺ അടയ്ക്കാനുള്ള ചേച്ചി, അത് വെക്കുക ചേച്ചി അവിടെ. എന്തുവാ ദിനേശ് ചേട്ടൻ ഇപ്പൊ എന്തായാലും നിർത്തിയിട്ട് വരാനിരിക്കുവാ. ഞങ്ങൾ എന്തോ ചെയ്യാനാ? ബിസിനസ് തുടങ്ങണ്ടേ? നീ പിള്ളേർക്കും എല്ലാം കൊണ്ടുവന്നായിരുന്നോ ഗൾഫിൽ നിന്ന് വന്നപ്പോ? ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കത്തില്ല ചേച്ചിയുടെ അപ്പു, എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരും. ഒന്നും കൊണ്ടുവരാതിരിക്കത്തില്ല. ഒന്ന് അപ്പേ എന്തോ അപ്പേ ഡയമണ്ട് ആണോ അപ്പേ മൂത്ത മോക്ക്? ചേച്ചി അത് ബട്ടർ ബിസ്ക്കറ്റാ. അയ്യോ ചിഞ്ചോനും മഞ്ചോനും ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ ബിസ്ക്കറ്റ്. അയ്യോ ഞാൻ എടുത്തോട്ടെ? ചേച്ചി രണ്ടെണ്ണം എടുത്തോ? ആ ഇത് രണ്ടും എടുത്തോളാം. ചേച്ചി ബട്ടർ ബിസ്ക്കറ്റ് രണ്ടെണ്ണം എടുക്കാനാ പറഞ്ഞ ചേച്ചി. പൈസ ചേച്ചി നീ എന്തിനാടി ഇതിനകത്ത് കൊണ്ടുവച്ചത് തന്ന പൈസയും ബിസ്ക്കറ്റും? കൂട്ടി വെച്ചുകൂടായിരുന്നു? അത് നിന്നോടാ ഞാൻ ചോദിക്കേണ്ടത്, എന്താ മൂട്ടി വെക്കാഞ്ഞത്? കൂട്ടി വെച്ചാൽ തുറന്നെടുത്തോണ്ട് പോകും നിങ്ങളുടെ ചേച്ചി. നീ എൻ്റെ വെക്കട്ടെ. ദൈവമേ പൈസയും പോയല്ലോ. ഇതെന്തോ മക്കളെ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയ്ക്കൊരു സ്വർണ്ണമാല മേടിച്ചായിരുന്നു. എനിക്കിതൊന്നും വേണ്ട മക്കളെ, ഇത്രയും വലിയ മാലയൊന്നും എനിക്ക് വേണ്ട. അമ്മയ്ക്ക് വേണം. അമ്മയെ കൈയൊന്ന് നീട്ടിയേ. എന്നാ ഇത്രയും വലിയ മാലയോ? അമ്മേ 5 പവനുണ്ട്. സ്വർണം അമ്മയ്ക്കൊരു അസറ്റായിരിക്കും. പിന്നെ ചേച്ചിയെ കാണിക്കരുത്. ഇല്ല. ചേച്ചിക്ക് കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ കൊടുത്തു വിട്ടേ. അമ്മ കണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ പറയാം, അമ്മ നിട്ടേത്. അമ്മ നീട്. അപ്പേ 5 പവനേ ഉള്ളെങ്കിലും 10 പവൻ്റെ മതിപ്പുണ്ട് അപ്പേ. എന്തായാലും മോൻ പറഞ്ഞ ശരിയാ, സ്വർണം ഒരു അസറ്റാ. ചേച്ചി എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കുന്നേ? നീ എന്തിനാ സ്നേഹിക്കുന്നേ? എന്തുവാടി നിങ്ങൾ എന്തേ കാണിക്കുന്നു? എന്തോ? നിങ്ങളുടെ ചേച്ചി വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയി. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും കൊണ്ടുവന്നോ? എനിക്കറിയാം നീ ചോദിക്കുമെന്ന്. ചേച്ചി വരുമെന്നും എനിക്കറിയാം. നീ അവിടെ ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? ആ
ഇതെന്ത് ഇത്? തുറന്നു നോക്ക്. സ്വർണം വല്ലതാണോ? നോക്കടി. ലിപ്സ്റ്റിക്കോ? ഇത് കുറേ ഉണ്ടല്ലോ. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇതെന്തുവാടാ ഇത്? ലിപ്സ്റ്റിക്കിന്റെ ആൽബമോ? എന്തോ അപ്പൂസേ, ദുബായിലെ കടകാരിയാക്കല്ലോ വാങ്ങിച്ചതാണോ? ഇതെല്ലാം കൂടി കിളിച്ചുണ്ടില്ല എങ്ങനെ ഇടും? ഒരു ചുണ്ടല്ലേ ഉള്ളു, എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുമല്ലേ? ചേച്ചി അത് അവൾ ഇട്ടോളും ചേച്ചി. ഞാൻ അവൾക്ക് വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ല ചേച്ചി. അത് അവൾക്ക് കൊടുക്കുക ചേച്ചി. അന്ന് അപ്പൂസേ ഒരെണ്ണ അവൾക്ക് എടുത്തിട്ട് ബാക്കി എനിക്ക് കേട്ടോ. ചേച്ചി അവൻ കൊടുക്കുക ചേച്ചി. കഷ്ടമുണ്ട് ചേച്ചി. എന്താടാ, എന്താ നിനക്ക്? പെണ്ണുപിള്ളെ കിട്ടിയപ്പോഴത്തേക്ക് നിനക്ക് വേറെ ആരെയും വേണ്ടല്ലോ. അവിടെ 4 പെണ്ണുങ്ങളാ, എൻ്റെ 2 പെൺമക്കളും ഞാനും എൻ്റെ അമ്മായിയമ്മയും കൂടെ. ഞങ്ങൾക്കിത് 3 ആഴ്ച കൊണ്ട് തീരും. ഈ കൊച്ചിന് ഇത് എത്ര ദിവസം വേണം? ഡേറ്റ് കഴിഞ്ഞു പോവും. എൻ്റെ അനിയൻ്റെ പണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധയുണ്ട്. ഇതെന്തുവാടാ ഇത്? ചേച്ചി അത് ചത്തു വേറെ ഫോട്ടോ ഇടുന്ന ചേച്ചി. അതെന്തിനാ ചേച്ചി ചേച്ചിക്ക്? എടാ ഇത് കൊള്ളാടാ. ഇതേ ഞാൻ എടുക്കട്ടെ. ചേച്ചിക്ക് എന്തിനാ ചേച്ചി? ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ, എൻ്റെ അമ്മായിപ്പന് പനി പിടിച്ച് സീരിയസ് ആയിട്ട് കിടക്കുക. എപ്പോൾ വേണമെങ്കിലും തീരാം. ഇനി എങ്ങാനും പെട്ടെന്ന് അങ്ങേര് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബഹളത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ കടയിൽ പോയി വാങ്ങിക്കണ്ടേ? ഞാൻ അവിടെ നിന്ന് കരയുമോ ഇത് വാങ്ങിക്കാൻ ഓടുമോ? ഇതാവുമ്പോൾ എൻ്റെ അനിയൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നെന്നുമായി, ഞാൻ കൊടുത്തെന്നുമായി, നിനക്കൊരു ഗുമ്മിരിക്കട്ടടാ. എടുത്തോട്ടേടാ അപ്പൂസേ. എന്താ ചേച്ചി? ആ മോനെ, 2 ദിവസം കഴിയുമ്പം ഒരു കല്യാണമുണ്ട്. സാരി വല്ലതും കാണുമോ 2 എണ്ണം എടുക്കാൻ? 1-2 സാരി ചേച്ചി കൊണ്ടുപോയില്ലേ, അതെനിക്ക് വേണ്ടേ? മോക്കത് എന്തിനാ നാത്തോൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? എന്തിനാണ് ഞാൻ എന്ത് പുണ്യം മോനെ ചെയ്ത്? ചുരിദാർ വല്ലതും കാണുമോ? ആ ചേച്ചി കൊണ്ടുപോയത് അത് എനിക്ക് വേണ്ടേ? അതും വേണ്ട. എന്താടാ പോട്ടെ. അപ്പൂസേ, ദിനേശന്റെ ഷർട്ട് വല്ലതും കൊണ്ടുവന്നോടാ നീ ഗൾഫിൽ നിന്ന്? ഞാനൊന്നും മേടിച്ചില്ലേ ചേച്ചി. എന്നാ പൈസ ആടാ വാങ്ങിക്കട്ടെ നാട്ടിൽ നിന്ന്. ചേച്ചി നാക്കല്ലേ ചേച്ചി പൈസ ഒന്നും എടുത്തോണ്ട് പോയത്? എന്തുവാടാ? കൊള്ളാടാ, കൊള്ളാം. പെറ്റ വയറിനെ വേദന അറിയൂന്ന് പറഞ്ഞതുപോലെ നിന്നെ എടുത്തു വളർത്തിയ എന്നോടാ ഒരു ഷർട്ടടാ. ഷർട്ടല്ലേടാ ചോദിച്ചേ, ഷർട്ട്. നീ തമാശ കളിക്കുവന്നോ? തമാശ കളിക്കുവന്നോ? ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ കൊണ്ടുപോവാ കേട്ടോ. ഇതെന്തുവാ? ആ ഗൾഫായിരിക്കും. ഞാൻ പിന്നെ എടുത്തോളാം കഴുകിയിടുമ്പോ. ഞാനെന്തോ ചെയ്യാനാ? ചേച്ചി ഓ ഇല്ല കൊണ്ടുപോകും. അളവല്ല, ഞാനിപ്പോൾ വണ്ണം കുറയ്ക്കുമ്പോളെ അളവല്ല. ഒന്നും ഇടാനില്ലെങ്കിൽ തുണിയില്ല നിൽക്ക്. അയ്യോ എന്താ മോളെ, എന്തിനാ മോളെ പാത്രമെല്ലാം കൊണ്ടുപോന്നേ? മൊറം പാത്രം എന്തിനാ ഇവിടെ? പാചകം നിമിഷവും മരണം സംഭവിക്കാൻ അമ്മായി ഇപ്പം വയ്യാതെ കിടക്കുക. ഇതെന്തിനാ കൊണ്ടുപോന്നേ? എന്റെ ചേച്ചി ആ ട്യൂബ് എന്തിനാ ചേച്ചി എടുത്തോണ്ടോ? ചേച്ചി അത് ഓടിക്കാൻ പറ്റത്തില്ല ട്യൂബാ ചേച്ചി. ചേച്ചി എന്ത് കാണിക്കുന്നത് ചേച്ചി? എന്റെ ചേച്ചി അതിനകത്ത് കേറത്തില്ലേ ചേച്ചി? അതൊക്കെ അവിടെ വെക്ക് ചേച്ചി. എന്റെ ചേച്ചി അത് അവിടെ വെക്ക്. എന്റെ ചേച്ചി അത് ഇവിടെ ചാർജ് ചെയ്യുന്ന മൊബൈലൊക്കെ ചാർജ് ചെയ്യണം ചേച്ചി. ആ ഒരു ചേച്ചി ആ ഇതെല്ലാം കൂടെ ബാഗ് കേറത്തില്ലെന്ന് ചേച്ചി. അത് അവിടെ വെക്ക് ചേച്ചി. എന്റെ ചേച്ചി പറയുന്നത് കേക്ക് ചേച്ചി. ചേച്ചി അത് വിളിക്കാൻ പറ്റാത്ത ഫോണാ, ഡമ്മിയാ ചേച്ചി. അത് സാരമില്ല ചേച്ചി. എന്റെ അമ്മ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കമ്മേ. ആവശ്യം എന്തോ അതാണ് ഇത്രയും ചുരിദാർ എടുത്ത് വെച്ചേക്കുന്നത്.
എന്റെ ദിനേശേട്ടൻ വിളിക്കുന്നു. ആരും ഭർത്താവും തന്നെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. അൺറൊമാൻറ്റിക് ഫെലോസ്. ഹലോ ദിനേശേട്ടാ, വന്നോ? എപ്പോ? എന്താ പറയാഞ്ഞേ? ആ ഞാൻ പോവാ. എന്താ ദിനേശേട്ടൻ ഗൾഫിൽ നിന്ന് വന്നെന്ന്. ദിനേശേട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നെന്ന് അറിഞ്ഞിട്ട് ദിനേശേട്ടന്റെ താടക പിടിച്ച പെങ്ങള് അവളവിടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടെന്ന്. അവള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ സാധനങ്ങൾ മൊത്തം അടിച്ചോണ്ട് പോകും. വീട്ടിലിരിക്കുന്ന ഉരുളി പാത്രം ഇതുപോലൊന്നും അല്ല, മൊത്തത്തിൽ എടുത്തോണ്ട് പോകും. അവൾ എന്റെ കൂട്ടൊന്നുമല്ല, ഒരു മര്യാദ ഇല്ലാത്തവളാ. ദിനേശേട്ടൻ കഴിഞ്ഞോട്ടെ എനിക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും അടിച്ച് മാറ്റിക്കൊണ്ട് പോയി. ഇതുപോലൊന്നും അല്ല, വലിയ പെട്ടിയും കൊണ്ടാ വരുന്നത്. അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തിയിട്ട് എല്ലാം ഒളിപ്പിച്ചു വെക്കണം. ഒരുപാട് മിസ് ചെയ്യും സാധനങ്ങള്. ഇതൊക്കെ നീ ഒന്ന് പാഴ്സൽ ചെയ്യണേ. മോളെ, നിനക്ക് എന്നെ പോലൊരു നാത്തൂനെ കിട്ടിയത് എന്തോ വലിയ ഭാഗ്യവാ. ഞാനൊക്കെ അനുഭവിക്കുവാ. പോട്ടെടാ, പോട്ടെ മോളെ. അമ്മ ദിനേശേട്ടാ. ഇനി വരുന്നതിന് മുമ്പ് പിറക്കി വെക്കാൻ നോക്ക്. നിന്റെ ചുരിദാറല്ല എടുത്തോണ്ട് വയ്യ.